പോളിംഗ് ശതമാനം കുറഞ്ഞാലും പാലക്കാട്ടെ 2 സീറ്റും LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും കുറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ തന്നെ ഇവിടെ 2 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അപ്പം അതിൽ യാതൊരു ആശങ്കയും പോളിംഗിന് ശേഷം LDFനില്ല. CPMനെ സംബന്ധിച്ച് ഒരാശങ്കയുമില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. തുടക്കത്തിൽ പാലക്കാട് ശക്തമായ മത്സരമെന്ന് പ്രചരിപ്പിച്ചു. പാലക്കാട്ട് ഉറപ്പായും വിജയിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ആലത്തൂരിൽ 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പാലക്കാട് LDF ഭൂരിപക്ഷം 80,000 കടക്കും. VK ശ്രീകണ്ഠന് പട്ടാമ്പിയിലും മണ്ണാർക്കാടും പാലക്കാടും വോട്ട് കുറയും. BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയും. കേന്ദ്ര സർക്കാർ വിരുദ്ധ വികാരവും വിഭാഗീയതയുമാണ് BJPക്ക് തിരിച്ചടിയായതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പോളിംഗിന്റെ കുറവും കൂടുതലും കൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണി ജയിക്കും തോൽക്കുമെന്ന് കണക്കുകൂട്ടും തന്നെ തെറ്റാണ്. നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് പോളിംഗ് കുറഞ്ഞെടുത്ത് ഏത് കേന്ദ്രങ്ങളാണ് പോളിംഗ് കുറവായത്, UDF കേന്ദ്രങ്ങളാണോ LDF കേന്ദ്രങ്ങളാണോ, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് മണ്ണാർക്കാട് പോളിംഗ് കുറഞ്ഞിട്ടുള്ളതല്ല UDFന് അനുകൂലമായി നിൽക്കുന്ന കേന്ദ്രങ്ങൾ, പട്ടാമ്പി UDFന് അനുകൂലമായി നിൽക്കുന്ന കേന്ദ്രങ്ങൾ. അതേസമയം മലമ്പുഴ ഞങ്ങൾക്ക് അനുകൂലമായ എല്ലാ വോട്ടുകളും വന്ന് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എല്ലാ വോട്ടുകളും വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ കുറഞ്ഞതും ഞങ്ങളുടെ വോട്ടിന് ബാധിക്കുന്ന പ്രശ്നമുണ്ടാകും. CPM എവിടെയും ആരുമായും ധാരണയുണ്ടാക്കിയിട്ടില്ല. കാലാകാലങ്ങളായി വോട്ട് വിൽക്കുന്ന BJP പലതും പറയും. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം C കൃഷ്ണകുമാറും പറഞ്ഞത്. ഷാഫി പറമ്പിലും C കൃഷ്ണകുമാറും തമ്മിലാണ് ബിസിനസ് ബന്ധം. BJPയും കോൺഗ്രസും തമ്മിലാണ് ഡീൽ. ഇരുവരും തമ്മിൽ കാലാകാലങ്ങളായി ധാരണയുണ്ടെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.